റോഷിപാൽ നൽകും വിശദാംശങ്ങൾ. റോഷിപാൽ, ഇതായിരുന്നു ആ പ്രതികരണം. ഇപ്പോൾ ഒന്നും ബോധിപ്പിക്കാനില്ല, കോടതിയിൽ ഈ കാര്യങ്ങളെല്ലാം വ്യക്തമാക്കുമെന്നുള്ളൊരു കാര്യം കൂടിയാണ്. ഏതൊക്കെ ഉദ്യോഗസ്ഥർക്ക് ഈ വീഴ്ച സംഭവിച്ചു, ഈ സ്പോൺസറിന് ഈ സ്വർണം നൽകിയതിൽ ഏതൊക്കെ ഉദ്യോഗസ്ഥർക്ക് വീഴ്ച സംഭവിച്ചു? പ്രതിപക്ഷ നേതാവും ചൂണ്ടിക്കാട്ടിയ കാര്യങ്ങൾ അതുതന്നെയായിരുന്നു. ഇടനിലക്കാരുണ്ടോ, ഈ ഉണ്ണികൃഷ്ണൻ പൊറ്റിക്ക് പിന്നിൽ മറ്റ് ബിനാമികളുണ്ടോ എന്നുള്ളൊരു പ്രധാനപ്പെട്ട ചോദ്യം കൂടി ചോദിക്കുന്നുണ്ട്. വിജിലൻസ് എന്തായാലും കുരുക്കുമുറുക്കിയാണല്ലേ ഉണ്ണികൃഷ്ണൻ പൊറ്റിക്ക്? ആര്യ, ഉണ്ണികൃഷ്ണൻ പോറ്റി ഉച്ചയോടെയാണ് കാരറ്റിലെ വീട്ടിലേക്ക് എത്തിച്ചേർന്നത് ബംഗളൂരുവിൽ നിന്ന്. കാരണം ശനിയാഴ്ച ദേവസ്വം വിജിലൻസ് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകാൻ വേണ്ടിയുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാകാം ഒരുപക്ഷെ ഇങ്ങോട്ടേക്ക് എത്തുന്നത്. ഏതായാലും വിവാദ നായകനായി ഉണ്ണികൃഷ്ണൻ പോറ്റി മാറിയതിന് ശേഷമുള്ള വിശദമായ ക്യാമറയ്ക്ക് മുന്നിലെത്തി വിശദമായ ഒരു പ്രതികരണം നൽകിയില്ലെങ്കിലും ഒരു ചെറിയ രീതിയിലെങ്കിലും ഒരു പ്രതികരണത്തിന് ഇപ്പോഴാണ് തയ്യാറാവുന്നത്. ഏതായാലും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും ദുരൂഹതകളുണ്ട്. ഏതാണ്ട് എല്ലാ രേഖകളിലും സ്പോൺസർ എന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് കാണുന്നത്. പക്ഷേ പല പ്രധാനപ്പെട്ട മറ്റ് സംസ്ഥാനങ്ങളിലെ വ്യവസായികളും അതുപോലെ ധനികരായ ഭക്തരിൽ നിന്നും പണം ശേഖരിച്ചുകൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി സ്പോൺസർ ചെയ്യുകയാണ് എന്ന കണ്ടെത്തലാണുള്ളത് വിജിലൻസിന്. അത് സംബന്ധിച്ച് കൂടുതൽ അന്വേഷണം വിജിലൻസ് ആരംഭിച്ചു കഴിഞ്ഞു. ഇത് ഒരു ദല്ലാൽ രൂപത്തിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി എത്തിയത് എന്ന വിലയിരുത്തലിലേക്കാണ് അന്വേഷണ സംഘം എത്തുന്നത്. ഈ സ്വർണ്ണപ്പാളി അടക്കം അതിൻ്റെ പീഠമടക്കം അത് സ്വർണം പൂശാൻ വേണ്ടി കൊണ്ടുപോകുന്നതിലടക്കം നേരത്തെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പേര് പ്രതിപാദിച്ചില്ലെന്ന് ദേവസ്വം ബോർഡ് അധ്യക്ഷൻ ഉൾപ്പെടെ പറയുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് എങ്ങനെ ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ ചിത്രത്തിൽ വന്നു എന്നത് പ്രധാനപ്പെട്ടത്. ശബരിമല കേന്ദ്രീകരിച്ച് ഏതെങ്കിലും തരത്തിൽ ഒരു ഗൂഢസംഘമായി ഉണ്ണികൃഷ്ണൻ പോറ്റി മറ്റാരെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടോ എന്നടക്കമുള്ള സംശയങ്ങൾ പ്രതിപക്ഷം അത് ആരോപണമായി തന്നെ ഉയർത്തുന്നുമുണ്ട്. ഏതായാലും ഇത് വിജിലൻസ് ശബരിമല കൃത്യമായ അന്വേഷണം നടക്കുകയാണ്. ശനിയാഴ്ച തന്നെ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകും. റഹീസ തുടരുന്നുണ്ട്. റഹീസ, എന്തായാലും ശനിയാഴ്ച തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇക്കാര്യങ്ങളെല്ലാം വിജിലൻസിന് മുന്നിൽ ബോധ്യപ്പെടുത്തുമായിരിക്കും അല്ലേ? വിജിലൻസിന്റെ മുമ്പിൽ ശനിയാഴ്ച ഹാജരാകാം എന്ന മറുപടി ഉണ്ണികൃഷ്ണൻ പോറ്റി ഉദ്യോഗസ്ഥർക്ക് നൽകിയിട്ടുണ്ട്. അല്പസമയം മുമ്പ് അങ്ങനെ ഒരു മറുപടി നൽകിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്ന് അല്പസമയം മുമ്പ് മാധ്യമങ്ങളുടെ മുന്നിലേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി എത്തിയതും അത് അദ്ദേഹം ഏതെങ്കിലും കാര്യങ്ങൾ പറയാൻ അല്ലെങ്കിൽ തൻ്റെ ഭാഗത്ത് സംഭവിച്ച വിവരങ്ങൾ പറയാൻ വേണ്ടി അല്ല എന്നത് ശ്രദ്ധിക്കണം. കാരണം വീടിൻ്റെ മുമ്പിൽ മാധ്യമങ്ങൾ നിൽക്കുന്നത് കൊണ്ടുള്ള ബുദ്ധിമുട്ട് ഉള്ളതുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന മാധ്യമപ്രവർത്തകർ ഒരു പ്രതികരണം നൽകാമോ എന്ന് നിരന്തരം ചോദിച്ചു നിന്ന ഒരു പശ്ചാത്തലത്തിൽ മാധ്യമപ്രവർത്തകരെ വീടിന് മുമ്പിൽ നിന്ന് മാറ്റുക അല്ലെങ്കിൽ അവരോട് അവിടെ നിന്ന് പോകാൻ പറയുക എന്ന ഒറ്റ ലക്ഷ്യം മാത്രമേ മാധ്യമങ്ങളുടെ ക്യാമറയ്ക്ക് മുന്നിലേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി വരുമ്പോഴുണ്ടാകുള്ളൂ. ഒരു ചോദ്യത്തിനും അദ്ദേഹം ഉത്തരം നൽകിയിട്ടുമില്ല. നിർണായക കണ്ടെത്തലിലേക്ക് വിജിലൻസും എത്തിയിരിക്കുന്നു. എന്തായാലും ശനിയാഴ്ച ഉണ്ണികൃഷ്ണൻ പോറ്റി ചോദ്യം ചെയ്യലിന് ഹാജരാകുമെന്നാണ് പ്രതികരിച്ചിട്ടുള്ളത്.